തിരുവാതിക്കൽ ഇരട്ടക്കൊല കേസിലെ അതിപ്രധാനമായ തെളിവ് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് സംഘം. പ്രതിയുമായി എത്തി നടത്തിയ പരിശോധനയിൽ അതിനിടയ്ക്കാണ് ഇപ്പോൾ വീടിന് പരിസരത്തെ തോട്ടിൽ നിന്ന് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് ഈ കുറ്റവാളി എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ഈ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസിൽ ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വേണ്ടി, പ്രതി ഇത് തന്നെയാണ് ഉറപ്പിക്കുന്നതിന് വേണ്ടി, കൊലപാതകി ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഹാർഡ് ഡിസ്ക് ലഭിക്കേണ്ടത് പോലീസിന് അനിവാര്യമായിരുന്നു. ഹാർഡ് ഡിസ്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ അതിലെ ദൃശ്യങ്ങളും വിവരങ്ങളും വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ പ്രതിയെ സംഭവസ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി എത്തിക്കുകയും ഈ കണ്ടെത്തിയ DVR-മായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുകയും ചെയ്യുകയാണ്. അസം സ്വദേശി അമിത് ഒറാങ്ങിന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ DVR തോട്ടിൽ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും പിടികൂടാൻ പോലീസിന് കഴിയില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസം ഈ അമിത് ഒറാങ്ങിനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിവിദഗ്ധമായി തന്നെ 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. അവിടേക്ക് വരുന്ന വഴിയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു, വിരലടയാളങ്ങൾ ശേഖരിച്ചു. അങ്ങനെ പ്രതിയിലേക്ക് എത്തി. പ്രതി ഇപ്പോൾ അവിടെ സംഭവ സ്ഥലത്തൂടെ തെളിവെടുപ്പ് നടക്കുകയാണ്. അത് ഹാർഡ് ഡിസ്ക് അത് തന്നെയാണ്, താൻ ഉപേക്ഷിച്ച വസ്തു അത് തന്നെയാണ് എന്ന് പ്രതി തന്നെ കണ്ട്, അമിത് ഒറാങ് തന്നെ കണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് എന്ന് പ്രതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ പ്രധാനമായ ഒരു തെളിവാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. വെള്ളത്തിൽ വീണതുകൊണ്ട് തന്നെ ഇതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കേണ്ടതായി വരും. പോലീസിന് അതിനുള്ള സംവിധാനങ്ങളും എല്ലാം കൈവശമുണ്ടാകും. ഇപ്പോൾ അത് തന്നെയാണെന്ന് പ്രതി എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിനോജ് എസ്റ്റി അവിടെ തുടരുന്നുണ്ട്. ഷിനോജ, തെളിവെടുപ്പ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഹാർഡ് ഡിസ്ക് കണ്ടെത്തി, ഇനി അടുത്തതായി പോലീസിന്റെ നീക്കം എന്താണ്? അമിത് ഒറാങ് ഇക്കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ടോ? ഈ ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർ ഈ അമിത് ഒറാങ് സമ്മതിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും? രതീഷ്, ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ന് മാളയിൽ വെച്ച് ഇയാളെ പിടികൂടുന്നു. അതിനുശേഷം രഹസ്യമായ ഒരു കേന്ദ്രത്തിലേക്ക് പോലീസ് ഇയാളെ മാറ്റുന്നു. ഈ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ട ചോദ്യം ചെയ്തതിൽ തന്നെ താനാണ് കുറ്റം ചെയ്തതെന്ന് പോലീസിന് ഇദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. അത് പക്ഷെ എന്താണ് മോട്ടീവ് എന്നെ സംബന്ധിച്ച് പോലീസ് ഒരു നിഗമനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അത് കുറച്ചുകൂടി കാത്തിരിക്കാനാണ് പോലീസ് അത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കുടുംബ വൈരാഗ്യവുമായി ബന്ധപ്പെട്ട തന്റെ ജീവിതം തകർത്ത, പ്രത്യേകിച്ച് തന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ കാരണമായി, തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കാരണമായത് ഈ വിജയകുമാറിന്റെ കാര്യമാണ്. അതായത് തന്റെ മോഷണ കേസിൽ തന്നെ കുടുക്കിയത്, തന്നെ ജയിലിലാക്കിയതൊക്കെ തന്നെ വിജയകുമാറാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്റെ ജീവിതം തന്നെ ഇല്ലാതായത്. അതുകൊണ്ടൊരു വൈരാഗ്യം തീർക്കലിലേക്ക് ഈ അസം സ്വദേശി എത്തി എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അതിലൊരു അന്തിമമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട DVR കണ്ടെത്തി. ഇനി അടുത്ത പോലീസിന്റെ ഒരു നീക്കമെന്ന് പറയുന്നത് വീട്ടിലുള്ള തെളിവെടുപ്പാണ്. പ്രത്യേകിച്ച് വലിയ ഒരു വീടാണ്. ആ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ, ഏകദേശം ഒരു 6-7 മാസം അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ആയിട്ടാണ് ഈ പ്രതി അവിടെ, ഈ കൊലയാളിയായിട്ടുള്ള അമിത് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള അവിടെ എന്തൊക്കെയാണ് നടത്തിയിരുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൊല നടന്ന ദിവസം, ആ ദിവസം രാത്രി 1 മണിക്ക് ശേഷമാണ് അവിടെ ഈ കൊല നടന്നതെന്നാണ് പോലീസിന് ഇതുവരെയുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിന് അറിയണം. അതിന് ഈ CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. അത് ഇതിന് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പിന്നെ ബാക്കി ഇതുമായി ബന്ധപ്പെട്ട അവിടെ എന്താണ് നടന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഈ അമിത് പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോടാലി എവിടെ നിന്നാണ് കണ്ടെത്തിയത്, കോടാലി ഉപയോഗിച്ച് ആദ്യം ആരെയാണ് ആക്രമിച്ചത്, ജനലിന്റെ പാളി തുറന്ന് എങ്ങനെയാണ് വാതിലിലേക്ക് എത്തിയത്, വാതിൽ തുറന്ന് ആദ്യം ആരെയാണ് കൊലപ്പെടുത്തിയത്, തുറന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മുന്നിൽ അമിത് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും കുറ്റം ഇതിനോടകം തന്നെ പ്രതി സമ്മതിച്ചു കഴിഞ്ഞു. താനാണ് ഈ 2 പേരെയും കൊന്നത് എന്നത് അമിത് ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ ഈ തേനിയിലേക്കാണ് താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ്, സേലത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം കേസിനെ വഴിതെറ്റിക്കാനൊക്കെ തന്നെ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇയാളുടെ 10-ലധികം മൊബൈൽ ഫോണുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഒക്കെ തന്നെ മൊബൈൽ ഫോൺ, അവരുടെ ഏകദേശം 3 മൊബൈൽ ഫോണുകളും ഒരു 24ഓളം വരുന്ന സിം കാർഡുകളും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ സിം കാർഡുകളൊക്കെ തന്നെ ഈ പല രീതിയിൽ ഇദ്ദേഹം കേസ് വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ, അതായത് ഏകദേശം 10ഓളം മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴും അതിൽ ഒരു മൊബൈൽ ഫോണിലെ മെയിൽ ID അത് ഓണായിരുന്നു. ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. ആ മൊബൈൽ അത് ട്രാക്ക് ചെയ്ത് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക്, നിർണായകമായ ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും കേസ് അന്വേഷിച്ച് കൊലപാതകം നടത്തി ഏകദേശം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. അത് കേസ് അന്വേഷണം സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ അഭിമാനകരമാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസിന് കഴിഞ്ഞു.